ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് വെറും 100 രൂപയ്ക്ക് ഊണും മീൻകറിയും മീൻ വറുത്തതും കപ്പയും എല്ലാം ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ വിഷ്ണു ഹോട്ടലിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഊണിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ അകത്ത്. അപ്പോൾ അകത്ത് നിന്ന് നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അകത്ത് ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ ചോദിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്ണു ഹോട്ടൽ. താണ്ട അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളു ഇവിടെ. പിന്നെ അകത്തും ഉണ്ട് കേട്ടോ. അകത്തും 2 ടേബിളുണ്ട്. അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഏകദേശം കുറച്ച് ഉണ്ട്. പിന്നെ നമുക്ക് താണ്ട അവിടെ ചേട്ടനും ചേച്ചിയൊക്കെ നിന്ന് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുകയാണ് അവിടെ തന്നെ. അപ്പോൾ നമുക്ക് അവരോട് ഒന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. ഓക്കെ. ചേട്ടൻ എന്താ ഇവിടെ മീനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടോ, അപ്പോൾ നമ്മുടെ ഇവിടെ കട എത്ര നാളായിട്ടാ തുടങ്ങിയിട്ട്? എത്ര 25 കൊല്ലം കഴിഞ്ഞു. 25 കൊല്ലം കഴിഞ്ഞു. 25 കൊല്ലം കഴിഞ്ഞ ചേട്ടാ. ഞാൻ ഇവിടെ മുമ്പ് വന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഊണൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട്. അതായത് എന്റെ മെയിൻ പ്ലേസ് എന്ന് പറയുമ്പോൾ പാലോടാണ്. ഞാനും അമ്മയും, ചേട്ടൻ അറിയാലോ, ഞാനും അമ്മയും വന്ന് ഇവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതന്നെ, ഞാനും അമ്മയും ഇവിടെ വന്ന് ഒരു ദിവസം പാഴ്സൽ മേടിച്ചോണ്ട് പോയായിരുന്നു ഊണേ. ഇവിടെ നിന്ന് ഇവിടെ ഒരു പട്ടത്തൊരാവശ്യത്തിന് വന്നാൽ അന്ന് അങ്ങനെ ഇവിടെ നിന്നാണ് ഊണ് മേടിച്ചോണ്ട് പോയത്. നല്ല ഊണായിരുന്നു. പിന്നെ ചേട്ടനോട് ഞാൻ വിളിച്ചപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എന്നെ മനസ്സിലായോ, അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ചേട്ടാ 25 വർഷമായില്ലേ നമ്മളിവിടെ കട തുടങ്ങി? അതെ അതെ. ഇവിടെ എങ്ങനെ രാവിലെ കാപ്പികളും? രാവിലെ കാപ്പി, അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, പിന്നെ ചിലപ്പോൾ പുട്ട് കാണും, ദോശ കാണും. ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും. ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഉണ്ട്. ഊണ് എങ്ങനെയാ ചേട്ടാ? എത്ര രൂപയാണ് ഊണ്? നമ്മൾ അധികം റേറ്റ് ഒന്നുമില്ല. മീനും കപ്പയും മീനിന്റെ ഗ്രേവി എല്ലാം കൂടി ചേർത്ത് 100 രൂപ വാങ്ങിക്കും. 100 രൂപയാണ് മേടിക്കുന്നത്. മീന് പൊരിച്ച മീൻ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ കപ്പയും ഗ്രേവി എല്ലാം കൊടുക്കുക. അത് 60 രൂപയാണ്. 60 രൂപ. അപ്പോഴേ ഇത് ഊണ് തൊടുകറികൾ എങ്ങനെ? തൊടുകറി പിന്നെ സാമ്പാർ കാണും, അല്ല തൊടുകറി അവിയൽ കാണും, കിച്ചടി കാണും, അച്ചാർ കാണും, പിന്നെ പരിപ്പ് സാമ്പാർ, പിന്നെ പുളിശ്ശേരി. പരിപ്പ് സാമ്പാർ, പുളിശ്ശേരി, രസം, അങ്ങനെ 4 ഐറ്റം ഒഴിക്കാനും കാണും. അപ്പോഴേ ഈ കപ്പയും മീൻകറിയും പിന്നെ മീൻ വറുത്തതും എല്ലാം കൂടെ ചേർത്താണ് 100 രൂപ. ഇതെല്ലാം കൂടെ ചേർത്താണ് 100 രൂപ ഊണിന് കൊടുക്കുന്നത്. ഇത് എങ്ങനെയാട്ടോ, എങ്ങനെ മുതലാകുന്നുണ്ടോ? അത് നമുക്ക് സ്വന്തം കടയാണ്, വാടക. ഇവിടെ അങ്ങനെ ഈ ഏരിയയിലൊന്നും എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്ക് ഇങ്ങനെ വെളിയിൽ പോയി കഴിക്കണമെങ്കിൽ 120, ചിലടത്ത് 150 ആവും. എന്തായാലും നമുക്ക് വലിയ ലാഭം വേണ്ട. കാര്യം ഞാൻ ഈ കട തുടങ്ങാൻ തന്നെ ഒരു 10 കൊല്ലത്തെ കാര്യം. മോയി 2000 ആക്സിഡന്റിൽ മരിച്ചു. അവൻ മരിച്ചു പിന്നെയാണ് കട തുടങ്ങിയത്. നേരത്തെ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അത് കട തുടങ്ങി കുറേ പൈസ ഞാൻ ചാരിറ്റബിൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഗോകുൽ നഗർ, ഗോകുൽ റോഡ്, ഗോകുലം ജംഗ്ഷൻ ഇതെല്ലാം മോൻ്റെ പേരിൽ ഇട്ടേക്കാണ്. അപ്പോൾ അത്രയും ചാരിറ്റബിൾ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയത്. അതെല്ലാം ഈ കടയുടെ വരുമാനം കൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് നഷ്ടമൊന്നും വരില്ല. പിന്നെ വാടക കൊടുക്കാത്തതുകൊണ്ട് അമിത ലാഭം എടുക്കാതെ അങ്ങനെ കൊടുക്കുകയാണ്. ചേട്ടാ വീട് അടുത്താണോ? വീട് തൊട്ടടുത്താണ്. അപ്പൊ ചേട്ടാ മീനൊക്കെ നല്ല രീതിയിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇപ്പൊ ഫ്രൈ ചെയ്യാൻ പോയാണോ? ഫ്രൈ ചെയ്യാൻ പോകും. നമ്മളിപ്പം മീൻ ചേട്ടാ ഇപ്പൊ ഫ്രൈ ചെയ്യാം. ചേട്ടാ ഇത് എന്തുവാ? അത് കപ്പയാണ്. കപ്പയാണല്ലേ? നല്ല ഒരു കിടിലൻ കപ്പയാണ്. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കണം കുറച്ച് കഴിഞ്ഞ്. പിന്നെ ഇത് രസമാണ്. അപ്പോൾ അതെ, ഫ്രൈ ചെയ്യാൻ പോകുന്നത് ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ചേട്ടാ എന്ത് മീനാണിത്? ഇത് കൊഴിയാളയാണ്. എന്നും കൊഴിയാളയാണോ? അല്ലല്ല, ഇന്നലെ ചൂരയായിരുന്നു. ഇന്ന് കൊഴിയാള. കാര്യം ഇത് ഓരോന്ന് മാറിക്കൊടുത്തില്ലെങ്കിൽ ആളേക്ക് ഇഷ്ടപ്പെടില്ല. എന്താ ഓരോ ദിവസം വെറൈറ്റി മാറ്റിയില്ലെങ്കിലേ ആളേക്ക് ഇഷ്ടപ്പെടില്ല. അത് ശരിയാ. അപ്പോൾ നമ്മുടെ മീൻ താണ്ട നല്ല രീതിയിൽ എണ്ണയിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് നല്ല രീതിയിൽ മൂത്തിഞ്ഞ് വരണം. എന്നിട്ട് വേണം നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് കഴിക്കാൻ, അല്ലേ ചേട്ടാ? ശരി, അതെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചിയുടെ പേരെന്താ? അജിത. സുഖം തന്നെ ചേച്ചിക്ക്? ചേച്ചി ഇപ്പോൾ പാചകങ്ങളിലൊക്കെ ചേച്ചിയും വരുന്നുണ്ട് ചേട്ടൻ കൂടെ ഹെൽപ്പ് ചെയ്യാനിവിടെ. പിന്നെ ഒരു സ്റ്റാഫുണ്ട്. അപ്പോൾ ഇവിടെ അമ്മ മരിച്ചുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. പിന്നെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. അത് വരാത്തതിൻ്റെ അന്ന് ഞാൻ വരാറുണ്ട്. അങ്ങനെ മിക്കുള്ള ദിവസം ഇപ്പം ചേച്ചിയും കൂടെ വരുന്നുണ്ട്. എനിക്കിവിടെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ് പാചകം. അപ്പോൾ ചേച്ചിയും മിക്കുള്ള ദിവസം വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഒരു ടേസ്റ്റും കൂടെ നമുക്കൊന്ന് അറിയാം. എന്നും ചേട്ടന് വേറെ സ്റ്റാഫാണ് വയ്ക്കുന്നതല്ലേ ഇവിടെ? എന്നിട്ട് ഞാനാണ് കൂടുതലും. അപ്പോൾ ചേച്ചി രാവിലെ തന്നെ വരുമോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മാത്രമോ? രാവിലെ ഇല്ല, ഞാൻ ഒരു 9 മണിയായിട്ടേ വരത്തുള്ളൂ. കാരണം വീട്ടിൽ
ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടേ വരും. ഓ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് വീട് അടുത്താണ് അപ്പം അപ്പോൾ സൗകര്യം കൂടെ പെട്ടെന്ന് ഇനി വരാനും. ഏതുവരെ ആയി ഫുഡിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? മീനും കൂടെ വറുത്താൽ അത് മീനും കൂടെ വറുത്താൽ മതി, ബാക്കിയെല്ലാം റെഡി ആയി. ചേച്ചി മീൻ കറിയായോ? മീനും കറി മീൻ കറിയൊക്കെ ആയില്ലേ, പിന്നെ ബാക്കി തൊടുകറികളെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 12:30-ക്കൊക്കെയാണ് ഊണ് കൊടുക്കുന്നതല്ലേ? എന്നും ആവുന്നതാണ്, ഇച്ചിരി ഒന്ന് ലേറ്റായി. മറ്റേ സ്റ്റാഫിൻ്റെ ആരോ മരിച്ചു അങ്ങനെ. ഓക്കെ അപ്പോഴേ നമുക്കിനി ചേച്ചിയുടെ ആ ഒരു ടേസ്റ്റും, അതായത് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ചേച്ചിയുടെ ടേസ്റ്റും കൂടെ നമുക്കൊന്ന് അറിഞ്ഞ് കഴിക്കാം. ഓക്കെ, അപ്പോൾ അതേ പ്ലേറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഊണ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷത്തിലോട്ട് നമുക്ക് പോകാം. ചേട്ടൻ കറികളൊക്കെ താണ്ട വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിയൽ, പച്ചടി, പിന്നെ അച്ചാറാണ് ചേട്ടാ, അച്ചാർ. ഓക്കെ, അപ്പോൾ അവിയലും പച്ചടിയും അച്ചാറുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഊണും ബാക്കി പരിപ്പൊക്കെ ഉണ്ട്, അതൊക്കെ വരട്ടെ. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്, ചോറിനോടുള്ള പപ്പടം വേണ്ടേ, നമ്മുടെ കപ്പ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഇനി വരാനുള്ളത്, അവരൂടെ വരട്ടെ. പരിപ്പ് ഒഴിച്ചു കേട്ടോ, കുറച്ച് മതി കേട്ടോ. പിഴിയാള മീൻ ഫ്രൈ ആണ്. ഇനി കുറച്ച് മീൻ കറിയും കൂടെ കൊണ്ടുവരട്ടെ, അതുകൂടി വന്നിട്ട് കഴിക്കാം. ഇപ്പോഴും കപ്പയുടെ മുകളിലോട്ട് തൻ്റെ ഈ ഗ്രേവി നമ്മുടെ മീൻ കറി ഒഴിക്കണം, ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. ഓക്കെ കേട്ടോ, മതി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെ കപ്പ മീൻ കറി പരിപ്പിൻ്റെ കൂടെ കഴിക്കണം, അതാണ് ടേസ്റ്റ്. ഇതിൻ്റെ പപ്പടം വേണ്ട കുറച്ച് ഇങ്ങോട്ട് പൊളിച്ച് എടുത്ത് ഇങ്ങോട്ട് കഴിക്കുക. ഒരു ഉരുള വേണ്ട, ഒരു ഉരുള ഇങ്ങോട്ട് മുക്കിയിട്ട് കുറച്ച് ആ മീൻകറിലോട്ടൊന്ന് മുക്കിയിട്ട് കഴിക്കാം. വാ, ടേസ്റ്റാണ്, കപ്പയുടെ ടേസ്റ്റ് എടുത്തിരിക്കണം, അടിപൊളി കേട്ടോ, സൂപ്പർ കപ്പയാണ്. കപ്പയും മീൻകറിയും. ഇനി മീൻ വറുത്തൊന്ന് കഴിച്ചോ. വാ, ടേസ്റ്റാ, അടിപൊളി ടേസ്റ്റ്. കുറച്ചൊന്ന് ഇനി പിച്ചെടുത്തിട്ട് കപ്പയിലൂടെയും മീൻ കറിയിലൂടെ വയ്ക്കണം. എന്നിട്ട് പപ്പടം ഒന്ന് പൊടിച്ചിട്ട് മണ്ടേ കൂടെ ഒന്ന് പൊതിയണം, നല്ല രീതിയിൽ പൊതിഞ്ഞിട്ട് വേണം കഴിക്കാൻ. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്, അതിവിടെ വച്ചിട്ട് കുറച്ച് സവാളയുണ്ട്, സവാളയും കൂടെ മണ്ടയിൽ വച്ചിട്ട് വേണം കഴിക്കാൻ. അടിപൊളി കേട്ടോ, നല്ല ഊണ്, കൊള്ളാം. ഇനി ബാക്കിയുള്ള അവിയലും പച്ചടി നാരങ്ങ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അവിയലും കൂടെ, ഇത് അവിയൽ, ഇത് പച്ചടി. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. അച്ചാറ് നോക്കട്ടെ. ഭയങ്കര പുളിപ്പാണ് സംഭവം, കൊള്ളാം. എന്നാലും പുളിപ്പുണ്ടെങ്കിൽ മൊത്തത്തിൽ കൊള്ളാം, നല്ല ഊണാണ് കേട്ടോ. നമ്മുടെ അവിയലും പച്ചടിയും അച്ചാറും എല്ലാം നന്നായിട്ടുണ്ട്. മീൻ ഫ്രൈ സൂപ്പർ, അടിപൊളി സാധനം. ഇത് വായിലിട്ട് വയ്ക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നുകൂടെ കാണിച്ചു തരാം. നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊഴിയാളയ അത് ടേസ്റ്റ് കൂടും. ഇത്തിരി സവാളയും കൂടെ എടുത്ത് മീൻ ഫ്രൈയുടെ മണ്ട വെച്ചിട്ട് വാ ഇടൂ, അടിപൊളി. ചേട്ടാ കുറച്ചുകൂടെ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട. പരിപ്പും കപ്പ അടിപൊളി കേട്ടോ, കപ്പയും മീൻ കറി എല്ലാം കൂടെ കൂട്ടി. ഭയങ്കര ചൂട് കേട്ടോ. നമ്മുടെ മീൻ ഫ്രൈ ഇങ്ങോട്ട് വയ്ക്കുക, ഇത്തിരി സവാള ഇങ്ങോട്ട് വയ്ക്കുക. ചൂട് കൊള്ളാം. ഇങ്ങനെയുള്ള ആഹാരങ്ങളും കഴിക്കാൻ, ഉച്ചയ്ക്ക് ഊണും അതുപോലെ രാത്രിയൊക്കെ തട്ടുദോശയും ഇതൊക്കെ എൻ്റെ അടിപൊളി അല്ലേ. എനിക്കിതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അത് സാമ്പാർ നമ്മുടെ ചേച്ചിയാണ് കൊണ്ടുവരുന്നത്. ചേച്ചി കുറച്ച് മതി ചേച്ചി, മതി ചേച്ചി. കറികളെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ മോരോ അല്ല, സാമ്പാർ കഴിച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കിയാൽ രസമുണ്ടല്ലേ. ഓക്കെ, സാമ്പാറും ചോറും
നല്ല ടേസ്റ്റാണ്, അടിപൊളി സാമ്പാർ. അപ്പോൾ ഇനി പച്ചമോരാണ് കേട്ടോ, പുളിശ്ശേരി ഇല്ല. ഞാൻ വിചാരിച്ചു പുളിശ്ശേരി ഉണ്ടെന്ന്. ഇനി പച്ചമോര് കയ്യിൽ വെച്ച്. ഓക്കെ ഓക്കെ, നല്ല കുറുവിയ പച്ചമോരാണ്. ആഹാ അടിപൊളി. ചേച്ചി കുറച്ചുകൂടെ മതി കേട്ടോ, മതി 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 മതി. സൂപ്പർ. വിയർക്കണതാ, അടിപൊളിയാടാ, സൂപ്പർ. അപ്പോൾ ഇനി അടുത്തത് രസമാണ്. മതി കേട്ടോ. അടിപൊളി, കൊള്ളാം. രസവും പച്ചമരം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അങ്ങ് ഫിനിഷ് ചെയ്യുക, അതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഫിനിഷ് ചെയ്യട്ടെ ഞാൻ ആദ്യം ഒന്ന്. അപ്പോൾ കുറച്ചുകൂടി ഉള്ളു, ഇതും കൂടെ അങ്ങ് ഫിനിഷ് ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് കഴിക്കാം. അതെ, ഈ കപ്പ ഇങ്ങോട്ട് കുറച്ചെടുത്തിട്ട് അതെ മീൻ കറി ഇരിപ്പുണ്ട്, മീൻ കറിയും കൂടെ ഉണ്ട്, സവാളയും കൂടെ മണ്ടയിൽ വെച്ച് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇതും കൂടെ വച്ച് അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് കഴിക്കാം. ഇപ്പം അങ്ങോട്ട് വരണില്ല. മീൻ ഫ്രൈ കേട്ടോ. ഓവറോൾ കംപ്ലീറ്റ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഊണ്, തൊടുകറികളായാലും അതിൻ്റെ കപ്പ, മീൻ കറി, മീൻ ഫ്രൈ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം നന്നായിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയ്ക്ക് വളരെ നല്ല രീതിയിലൊരു ഊണ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആരും മിസ് ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഇവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ ഒന്ന് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഊണ്, അവർക്കൊക്കെ എങ്ങനെയുണ്ട് അവരുടെ അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കഴിക്കാൻ വരുന്ന ഒരു ചേട്ടൻ ഉണ്ട്, ചേട്ടൻ്റെ ബാക്കി അഭിപ്രായമൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ? ഈ റേറ്റിന് നല്ല ഫുഡ് എവിടെയും തിരുവനന്തപുരത്ത് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമാണ്, ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ചേട്ടനോട് അതാണ് ചോദിച്ചത്, ഈ റേറ്റിന് എങ്ങനെ മുതലാവുന്നതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഊണിൻ്റെ കൂടി കപ്പയും മീൻ കറിയും മീൻ വറുത്തത് എല്ലാം കൂടെ അല്ലേ? രണ്ടാമത് കറിയൊക്കെ ഇഷ്ടംപോലെ തരും, എല്ലാം നല്ല രീതിയിൽ. പഠിക്കാൻ വന്നവരാണ് ഞങ്ങൾക്ക്. എന്ത് പഠിക്കുന്നു? ഞാൻ UPSC കോച്ചിങ്ങിനാണ്, അതിൻ്റെ കൂടെ PSC കൂടെ നോക്കുന്നുണ്ട്. PSC കൂടെ നോക്കുന്നു. ഞങ്ങൾക്ക് ഈ ഹോസ്റ്റൽ ഫീസും ഫുഡും എല്ലാം കൂടെ വെച്ച് പാടായിരുന്നു വേറെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ. ഇവിടെ ഈ റേറ്റിന് സമ്മാനം നല്ലൊരു ഫുഡാണ്. നല്ല ഫുഡാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കറി തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫില്ല് ചെയ്ത് തരും, പെട്ടെന്ന് തന്നെ അതൊക്കെ തരും. രണ്ടാമത് തരും. മീനൊക്കെ ആയാലും റേറ്റ് കുറവാണ്. എല്ലാം കൂടെ മൊത്തത്തിൽ 100 രൂപ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്വാസമാണ്. ഒരു ഫ്രണ്ട് എന്നെ കാണിച്ചു തന്നെ ഈ ഹോട്ടലിൽ. സ്ഥിരമായിട്ട് വരും ഇവിടെ? സ്ഥിരമായിട്ട് വരും ഇവിടെ. നല്ല ഫുഡാണ്, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ബാക്കി ഇതും കൂടെ ഫിനിഷ് ചെയ്യുക. ഓക്കെ ശരി. അപ്പം നമുക്ക് വേറൊരു ചേട്ടൻ്റെ കൂടെ ഒന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. ചേട്ടോ എങ്ങനെയുണ്ട് നമ്മളിവിടുത്തെ ഫുഡ് ഓവറോൾ? കുഴപ്പമില്ല, തർക്കമില്ല. ഞാൻ കുറേ കാലം കൊണ്ട് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇവിടെ നിന്നാണ് കഴിക്കുന്നതല്ലേ? അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു ഫ്ലാറ്റിൽ മാനേജറാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്ഥിരം കഴിക്കുന്നത്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് കപ്പയും ഈ റേറ്റിന് ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ? വേറെ സ്ഥലത്തും ഇങ്ങനെ കപ്പയും മീൻകറി ആയിട്ട് 100 രൂപ വേറെ സ്ഥലത്ത് കിട്ടൂല. ഈ റേറ്റിന് ഇങ്ങനെ ഇവിടെ എങ്ങും കിട്ടത്തില്ല, എനിക്ക് ഞാൻ തോന്നി. അതാണ് ഞാൻ ചേട്ടൻ്റെ ആദ്യം ഒന്ന് ചോദിച്ചത്. നല്ലൊരു, അതായത് 100 രൂപയ്ക്ക് തന്നെ കപ്പയും മീൻ കറിയും മീൻ വറുത്തത് എല്ലാം കൂടെ അത് നല്ല ടേസ്റ്റിൽ കിട്ടും. അത് തന്നെ ഏറ്റവും നല്ലതാണ്. തൊടുകറികളൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? തൊടുകറികൾ നല്ലത് തന്നെ. ഒരു ദിവസം ഇതാണെങ്കിൽ വേറൊരു ദിവസം പല ഐറ്റംസ് എല്ലാം ഒരേ അല്ല. ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ 2 ആഴ്ചത്തെ അച്ചാർ. ഇവിടുത്തെ മീൻ ഫ്രൈ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ മീൻ ഫ്രൈ ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഓവറോൾ ഇവിടുത്തെ ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മികച്ച അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് 100 രൂപയ്ക്ക് ഊണിനോടൊപ്പം കപ്പയും മീൻ കറിയും മീൻ വറുത്തതും അതൊന്നും ഈ ഏരിയയിലും കിട്ടത്തില്ല. ഇതും വെറും 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ കടയുടെ ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. വിഷ്ണു ഹോട്ടൽ. നിങ്ങളെല്ലാവരും ഒന്ന് കഴിക്കാൻ ശ്രമിക്കട്ടോ, കാരണം നല്ലൊരു ഊണ് നമുക്ക് കിട്ടുന്നത് അവിടെ. വിഷ്ണു ഹോട്ടൽ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കുറവങ്കോണം എത്തുന്നതിന് മുമ്പ് ഒരു ഗോകുലം ജംഗ്ഷൻ ഉണ്ട്. ഗോകുലം ജംഗ്ഷൻ്റെ അവിടെയുള്ള വിഷ്ണു ഹോട്ടൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.